നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. റോഡ് പണിയുടെ അനാസ്ഥയെ തുടർന്ന് മഴ പെയ്തപ്പോൾ വെള്ളം റോഡിൽ കെട്ടിനിൽക്കുന്നത് നാട്ടുകാർക്കും അംഗൻവാടി കുട്ടികൾക്കും ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തർക്കും ഒരുപോലെ ദുരിതമാകുന്നു. പരാതിപ്പെട്ടിട്ടും അധികൃതർ മൗനത്തിൽ. ചെറുതുരുത്തി പൈങ്കുളം റോഡ് 1-ാം മൈൽ ഭാരതപ്പുഴയിലേക്ക് പോകുന്ന റോഡാണ് നിർമ്മാണത്തിലെ അനാസ്ഥയെ തുടർന്ന് മഴ പെയ്തപ്പോൾ റോഡ് തോടായി മാറിയത്. വെള്ളം കെട്ടിനിൽക്കുന്നതുകൊണ്ട് ഈ വഴിക്ക് കാൽനടയായി പോകുന്ന യാത്രക്കാർക്കും തൊട്ടടുത്ത് തന്നെയുള്ള അംഗൻവാടി വിദ്യാർത്ഥികൾക്കും സമീപത്തുള്ള മാരിയമ്മൻ ക്ഷേത്രത്തിലേക്ക് തൊഴാനെത്തുന്ന ഭക്തജനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. റോഡ് പണിയുമ്പോൾ തന്നെ നാട്ടുകാർ വെള്ളക്കെട്ട് സംബന്ധിച്ച് കരാറുകാരനെ ഓർമ്മപ്പെടുത്തിയിരുന്നതാണ്. എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാതെയാണ് കരാറുകാർ നിർമ്മാണം പൂർത്തീകരിച്ചത്. അതുകൊണ്ട് തന്നെ മഴ പെയ്താൽ വെള്ളം ഒലിച്ചു പോകുവാനുള്ള സംവിധാനം ഇല്ലാത്തതിനാൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഈ മേഖലയിൽ ഉണ്ടാകുന്നത്. ഷിഗല്ല പോലുള്ള രോഗങ്ങൾ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിക്ക് റോഡിലെ മലിനജലം പ്രദേശവാസികൾക്ക് പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുമോ എന്നും ആശങ്കയുണ്ട്. എത്രയും പെട്ടെന്ന് അധികൃതർ വിഷയത്തിൽ ഇടപെട്ട് അടിയന്തര നടപടി കൈക്കൊള്ളണമെന്നും റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ സംവിധാനമുണ്ടാക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരവുമായി നാട്ടുകാർ രംഗത്തിറങ്ങുമെന്നും പൊതുപ്രവർത്തകനായ KM മുഹമ്മദ് പറഞ്ഞു. ഈ 1-ാം മൈലിൽ നിന്നുള്ള ഈ റോഡ് മാരിയമ്മൻകോവിൽ വഴി ഭാരതപ്പുഴയിലേക്ക് എത്തിച്ചേരുന്ന റോഡാണ്. കാലങ്ങളായിട്ട് ഈ റോഡിൻ്റെ വർക്കിൽ വളരെ അധികം അനാസ്ഥ നടക്കുന്നത്. ഇപ്പോൾ ഇത്തവണ റോഡ് വീതി കൂട്ടണം, ഉയരം കൂട്ടുന്നുള്ള നിലയ്ക്ക് വർക്ക് ആരംഭിച്ച് ആ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്രദേശവാസികളായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. കാരണം ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷ മഴക്കാലമായി കഴിഞ്ഞാൽ 2 ഭാഗത്തും വെള്ളം കെട്ടി ചുറ്റുഭാഗത്തുള്ള 2 സൈഡിലെ മതിലടക്കം ഇടിഞ്ഞു വീഴാവുന്ന ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രൈനേജ് അത്യാവശ്യമായി ഈ റോഡിൻ്റെ ഒരു വശത്തെങ്കിലും. ആ ഡ്രൈനേജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം വെറുതെ ഒരു പരുക്കൻ സിമൻറ്റ് ഇട്ടിട്ട് ഡ്രൈനേജ് ഇല്ലാതെ. ഇപ്പോൾ ചെറിയൊരു മഴ പെയ്താൽ പോലും രൂക്ഷമായ വെള്ളക്കെട്ട് അവിടെ. എന്ന് മാത്രമല്ല ശരിക്കും പുല്ലൊക്കെ വളർന്ന് പൊന്തക്കാട് കെട്ടിയിരിക്കുക. ഈ പ്രദേശം വളരെ പ്രശസ്തമായിട്ടുള്ള മാരിയമ്മൻകോവിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. രാവും പകലും ഭേദമില്ല വിശ്വാസികൾ വരുന്ന പ്രദേശമാണ്. അതോടൊപ്പം തന്നെ അംഗൻവാടി നിലനിൽക്കുന്നുണ്ട്. പിഞ്ചു കുട്ടികൾ അംഗൻവാടിയിലേക്ക് വരുന്നതാണ്. എന്ന് മാത്രമല്ല സ്കൂളുകൾക്ക് വന്ന കുട്ടികൾ തെരുവുനായ്ക്കളുടെ ശല്യം അതിലേറെ രൂക്ഷം. അപ്പോൾ ഇത്തരം ഈ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള റോഡുകളുടെ വർക്ക് നടക്കുമ്പോൾ കമ്മീഷൻ വ്യവസ്ഥ ഒഴിവാക്കിക്കൊണ്ട്, അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണത്. ചില കോൺട്രാക്ടർമാർക്ക് നിശ്ചിത താല്പര്യം മുൻനിർത്തിക്കൊണ്ട് കമ്മീഷൻ അടിക്കുന്ന രീതിയിൽ പല വർക്കുകളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ പ്രദേശവാസികൾ സംഘടിച്ചുകൊണ്ട് ഒരു സമരമുഖത്തേക്ക് വരേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പോൾ അടിയന്തരമായിട്ട് പഞ്ചായത്ത് അധികാരികൾ ഇടപെട്ടുകൊണ്ട് ഈ റോഡിൻ്റെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ നിലയ്ക്കും ഒരു പൊതുപ്രവർത്തന നിലയ്ക്കും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. താങ്കളുടെ പേര്?